നമസ്കാരം. മിനിഞ്ഞാന്ന് ഈ എറണാകുളത്ത് പെറ്റ സ്ത്രീ പുഴയിലെറിഞ്ഞ് ആ കുട്ടി ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു ന്യൂസാണ് നമ്മൾ കേൾക്കാൻ സാഹചര്യമുണ്ടായത്. സത്യം പറഞ്ഞാൽ എന്തൊരവസ്ഥയിൽ കൂടിയാണ് ആ കുഞ്ഞു ജീവൻ പോയത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കണം. ഇതിപ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിച്ച കൂട്ട് കേസിന്റെ പോക്ക് അങ്ങനല്ല. കേസിനൊരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. ഏറെക്കാലമായി ശാരീരിക പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഇതുമായി എല്ലാവരും ആ തള്ളയെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കുറ്റം പറയുകയാണ്. ആ തള്ള നല്ലതാന്നല്ല പറയുന്നത്. എല്ലാവരും കൂടുതലായിട്ടും ആ തള്ളയെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെ തള്ളയുടെ വീട്ടുകാരെ കുറ്റം പറഞ്ഞായിരുന്നു. പക്ഷേ അവര് ഒന്നും നല്ലതാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ കേസിന്റെ വഴിത്തിരിവ് മാറിയിരിക്കുകയാണ്. ഈ കുട്ടി ഉള്ള സ്ഥലത്ത് കുട്ടി പതിവായി ഉണ്ടായിരുന്നത് ഈ അച്ഛന്റെ വീട്ടിലാണ്. ആ അച്ഛന്റെ വീട്ടിൽ സ്ഥിരമായി വന്നു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളുകൾ അവർ ആരൊക്കെയാണെന്ന് സംബന്ധിച്ച് പരിശോധന നടത്താനും അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും നിർദ്ദേശിച്ചത്. അങ്ങനെ ഒരു ചോദ്യം ചെയ്യലാണ് ഇന്ന് പകൽ മുഴുവൻ നടന്നത്. അങ്ങനെയാണ് 3 പേരെ അവിടേക്ക് വിളിച്ചു വരുന്നത്. ആദ്യ 2 പേരെ ചോദ്യം ചെയ്യലിൽ നിന്ന് അവർക്ക് ഏതെങ്കിലും രീതിയിൽ സംഭവവുമായി ബന്ധമുണ്ടോ എന്നുള്ള സൂചനകളൊന്നും തന്നെ പോലീസിന് കിട്ടിയിരുന്നില്ല. പക്ഷെ മൂന്നാമതൊരാളെ ചോദ്യം ചെയ്തൊരു ഘട്ടത്തിലാണ് ചില സംശയങ്ങൾ പോലീസിന് ഉണ്ടാവുകയും പിന്നീട് അയാൾ ഒരു കുറ്റസമ്മതം എന്നോളം ചില കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെയാണ് കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. ഇതുണ്ടല്ലോ, ചടങ്ങുകൾക്ക് പങ്കെടുത്ത വ്യക്തിയായിരുന്നു, അടുത്ത ബന്ധുവായിരുന്നു. ഈ അടുത്ത ബന്ധു നിരന്തരമായിട്ട് ഈ കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാരുടെ അഭിപ്രായം. നിങ്ങളൊന്ന് ആലോചിക്കണം, മൂന്നോ നാലോ വയസ്സുള്ള കുട്ടിയെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുമ്പോൾ നിങ്ങളെല്ലാവരും ആ കുടുംബത്തിന്റെ ഒരവസ്ഥ അല്ലെ ആ കുടുംബത്തിന്റെ ഒരു പോക്ക് എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തികച്ചും ഭയങ്കരമായിട്ട് തകർക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു അത്. ബ്രോക്കൺ ഫാമിലി അല്ലെ. ആരും ചോദിക്കാനും പറയാനുമില്ല, ഒരു കുട്ടിക്ക് സംരക്ഷണം കൊടുക്കാനില്ല, അതിന് ജീവിക്കാൻ ഒരു അനുവാദമില്ല. ഒന്ന് ആലോചിച്ച് അതിന്റെ സാഹചര്യം. സത്യം പറഞ്ഞാല് ഈ പെണ്ണ്, അതായത് തള്ള തന്തയുമായിട്ട്, അതായത് ഭർത്താവുമായിട്ട് അകന്നു കഴിയുകയായിരുന്നു. ചിലപ്പോൾ അടുക്കും, പിന്നെ അകലും. അപ്പം 365 ദിവസത്തിൽ 300 ദിവസവും തള്ളയുടെ വീട്ടിലായിരുന്നു. ചുരുക്കം സമയത്തേ ഉള്ളൂ യവന്റെ വീട്ടിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന യവൻ മാന്യനാണ്, അല്ലെ ഇവന്റെ കുടുംബം, ഭർത്താവിന്റെ കുടുംബം മാന്യനാണ്, നിഷ്കളങ്കന്മാരാണ്, നല്ലവരാണ് എന്നുള്ള വാർത്താ മാധ്യമങ്ങളിൽ കേൾക്കുന്നത് ഒരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. കാര്യം തന്തയുടെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ് ഈ കുട്ടിയെ ദേഹോപദ്രവം ചെയ്തിരിക്കുന്നത്. ഇത്രയും 4 വയസ്സുള്ള കുട്ടിയെ ആ നരാധമൻ ഇങ്ങനെ തോന്നുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഈ പീഡോഫീലി, അതായത് കുട്ടികളെ ഉപദ്രവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഈ ലിംഗം ഛേദിച്ചു കളയണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ലിംഗം കാസ്ട്രേഷൻ മാത്രം ചെയ്താൽ പോലെ ലിംഗം ഛേദിച്ചു കളയണം. അവന് പിന്നീട് ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകരുത്, ഇങ്ങനെ ഒരു കുട്ടിയെ ഉപദ്രവിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഉണ്ടാകരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നിയമം ഇച്ചിരിയും കൂടെ ക്രൂവൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ റാഷ് ആയിരിക്കണം നമ്മുടെ നിയമം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ കുട്ടി സ്ഥിരമായിട്ട് അംഗനവാടി പോകുന്ന ഒരു കുട്ടിയായിരുന്നു. നമ്മളെല്ലാവരും ഫേസ്ബുക്കിലും അല്ലെ യൂട്യൂബിലും ഒക്കെ കണ്ടതാണ് ഈ കുട്ടി പാടുന്നത്. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ട് നമ്മൾ കരഞ്ഞു പോകും. അപ്പോ ഈ അംഗനവാടി ടീച്ചേഴ്സിനും ഹെൽപ്പേഴ്സിനും ഒരു ഭാഗമുണ്ട് ഒരു കുട്ടിയുടെ വളർച്ചയുടെ. അംഗനവാടി ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം അല്ലെ സർവീസ് എന്ന് പറയുന്ന, അതായത് കുട്ടിക്കും തള്ളയ്ക്കിടെയും മാനസികവും ശാരീരികവുമായ വളർച്ചയെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം, ഒരു ഗവൺമെന്റിന്റെ പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാണ് ഈ അംഗനവാടി എന്ന് പറയുന്നത്. അപ്പം ഈ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹെൽപ്പേഴ്സ് ഈ കുട്ടിയെയും തള്ളയും ശാരീരികമായും മാനസികമായും ഡെവലപ്പ് ചെയ്യാൻ വലിയൊരു ഭാഗം ഉണ്ട്. ഒരു അംഗനവാടി ടീച്ചേഴ്സിനും ഒരു ഹെൽപ്പേഴ്സിനും അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയതാണ്. കാര്യം എന്താ, ഈ കോളേജ് കുമാരന്മാരെ പഠിപ്പിക്കുന്ന അല്ലെ പിള്ളേരെ പഠിപ്പിക്കുന്ന കൂട്ടല്ല ഒരു അംഗനവാടി അല്ലെ ഒരു കുഞ്ഞു കുട്ടിയെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയെ മനസ്സിലാക്കുക, അല്ലെ ആ കുട്ടിയെ വായിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പൊ ഈ അംഗനവാടി ടീച്ചേഴ്സിനും ഹെൽപ്പേഴ്സിനും സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. കാര്യം എന്താ, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസിന്റെ ഒരു ഭാഗമാണ് ഈ അംഗനവാടി. അപ്പം അവർക്ക് പറ്റിയ ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ ഒരു മാനസിക അവസ്ഥ, അല്ലെങ്കിൽ ഈ കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു കാര്യമാണ്. അതൊരു കുറ്റമല്ല, നിർഭാഗ്യപരമായിട്ടാണ് തോന്നുന്നത്, അല്ലെ.
ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് ഈ കേസൊക്കെ ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ഇച്ചിരിയും കൂടെ ട്രെയിനിങ് കൊടുത്ത് അംഗനവാടി ടീച്ചേഴ്സിന് കൂടുതൽ ഇച്ചിരിയേറെ ട്രെയിനിങ് കൊടുത്ത് ഈ കുട്ടിയെ, ഏതൊരു കുട്ടിയും അല്ലെങ്കിൽ ഒരു കുടുംബം, ആ കുട്ടിയുടെ കുടുംബവും ഏതൊക്കെ മാനസികവും ശാരീരികവുമായ അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അംഗനവാടി ടീച്ചേഴ്സ് മനസ്സിലാക്കിക്കൊണ്ട് അത് സെൽഫ് ഗവൺമെന്റ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ ബോധിപ്പിച്ച്, അതായത് പഞ്ചായത്ത് അല്ലെങ്കിൽ പോലീസ്, അതുപോലെ തന്നെ വുമൺ ചൈൽഡ് ഡെവലപ്മെന്റ് ബോർഡിനെ അറിയിക്കുക. ഇങ്ങനെയുള്ള ഒത്തിരി സംവിധാനങ്ങളുണ്ട്. ഗവൺമെന്റ് അമ്മയ്ക്കും കുട്ടിക്കും ശാരീരികമായും മാനസികമായും വളർച്ചയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി ഒത്തിരി ഡെവലപ്മെന്റ് ബോർഡ്സ് അംഗനവാടി ടീച്ചേഴ്സിന് അറിയാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പോലീസിന് തന്നെ ഒരു ലോ മേക്കിംഗ് ബോഡിയാണ് ഇതിനകത്ത്. ഇതൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു കുടുംബത്തിനെ രക്ഷിക്കുക എന്നുള്ളത് ഇവർക്ക് ഭയങ്കര ഒരു കടമയുള്ളതാണ്. അവർ ആ കടമ പൂർണ്ണമായിട്ടും 100% നിർവഹിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനോടുപരി ഇപ്പോഴത്തെ ഈ കുടുംബ പശ്ചാത്തലം തകരുന്നത് എന്തുകൊണ്ടാണ്, എന്ത് സാഹചര്യത്തിലാണ് ഇത് തകർന്നു പോകുന്നത്? പഴയ ഒരു കുടുംബാവസ്ഥയെ പോലെയല്ല ഇപ്പോഴത്തെ കുടുംബാവസ്ഥ പോകുന്നത്. ഈ ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞെട്ടലാണ് വരുന്നത്. കാര്യം ആ കുട്ടിയുടെ ജീവൻ പോയതിനു ശേഷവും ആ കുട്ടി ജീവിച്ചത് ഒരു നരകത്തിലായിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നുകയാണ്. ആരാണെങ്കിലും ഇപ്പം ആ പ്രതിയെ കണ്ടെടുത്തു, പീഡിപ്പിക്കപ്പെട്ട കുട്ടിയെ ഉപദ്രവിച്ച ആ പ്രതിയെ കണ്ടുകിട്ടി. കുട്ടിയുടെ അമ്മയാണ് കുട്ടിയെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചത്. ഇതെന്താണ് സാഹചര്യം? ഈ കുട്ടിയുടെ തള്ളയും ഈ ദേഹവും, അതായത് ഈ പീഡിപ്പിക്കപ്പെട്ട ആളും വല്ല ബന്ധമുണ്ടോ? അതോ ഈ ബന്ധം അറിഞ്ഞിട്ട് തള്ളയ്ക്ക് തന്നെ ആരോടും പറയാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്കൂടെ പോകുകയായിരുന്നോ? തന്മൂലം തള്ള മാനസികമായി തകർന്ന ഒരു അവസ്ഥയിൽ കൂടെ പോകുകയായിരുന്നോ എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരല്ല ഇതിനകത്ത് പ്രധാന കുറ്റവാളികൾ എന്നാണ് ഇപ്പോഴത്തെ അന്വേഷണ രീതിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. കാര്യം കുട്ടിയുടെ അച്ഛനും കുടുംബവും ഈ പ്രതിക്കൂട്ടിൽ വന്നിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ ഒരു കുടുംബ വ്യവസ്ഥ നമ്മുടെ സമൂഹത്ത് ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.